ഹലോ എവരിവൺ. അപ്പോൾ ഇതാണ് നമ്മുടെ 3D പ്രിൻ്ററിൻ്റെ എക്സ്ട്രൂഡർ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഹോട്ട് ആൻഡ് സൈഡിൽ നമ്മുടെ ഒരു ഹീറ്റ് ബ്രേക്കർ സ്റ്റക്കായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണമായിരുന്നു നമ്മുടെ പ്രിൻറ്റ്സ് എല്ലാം ഫെയിൽ ആയിക്കൊണ്ടിരുന്നത്. സോ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. സോ ഇത് ഒരു ചെറിയൊരു ടാസ്ക്കാണ്. അതിനുവേണ്ടി നമുക്കൊരു കട്ടിംഗ് മെഷീൻ എടുത്ത് കട്ടിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിംഗ് കിറ്റ്. സോ നമ്മൾ ആദ്യമേ ചെറുതായിട്ടൊരു കട്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇറക്കി നോക്കാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ടാസ്ക്കാണ്. ഇതിൻ്റെ അകത്തെ നമ്മുടെ ഈ ഒടിഞ്ഞിരിക്കുന്ന ത്രെഡഡ് പീസ് നമുക്ക് ഇറക്കണം. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇതാണ് അതിൻ്റെ റീപ്ലേസിങ് പാർട്ട്. സോ ഇത് റീപ്ലേസ് ചെയ്യണം. സോ ഫസ്റ്റ്ലി നമുക്കിതൊരു ചെറിയൊരു കട്ട് എടുത്തിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ പീസ് എടുത്തിരിക്കുന്നു. നമുക്ക് ചെറിയൊരു കട്ട് ചെയ്യേണ്ടി വന്നു. ആ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പീസ് എടുത്തു. സോ ഇനി അടുത്ത് നമുക്ക് ഈ പീസ് ഫിറ്റ് ചെയ്യുക, എക്സ്ട്രൂഡർ തിരിച്ച് റീഅസംബിൾ ചെയ്യുക. ഇതാണ് ഹീറ്റ് ബ്രേക്കർ. ഈ ഒരു പീസിൻ്റെ അകത്തൂടാണ് നമ്മുടെ ഫിലമെൻറ്റ് പാസ്സാവുന്നത്. എന്നിട്ട് മെൽട്ടായിട്ട് നമ്മുടെ ഈ നോസിൽ വഴി പുറത്ത് പോകുന്നത്. സോ ഇതാണ് നോസിൽ. ഇത് 0.2 mm നോസിലാണ്. സോ ഇതിലൂടെ പാസ്സായിട്ടാണ് നമ്മുടെ 3D പ്രിൻ്ററിൽ വർക്കാവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇനിയും 3D പ്രിൻ്റർ റിലേറ്റഡ് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു മിസ്സിംഗ് പാർട്ടിൻ്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു. സോ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. സോ എൻ്റെ അസംബ്ലിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ എക്സ്ട്രൂഡറിൻ്റെ ഫുൾ അസംബ്ലിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുമാത്രമല്ല 3D പ്രിൻറ്റിങ്ങിൻ്റെയും അസംബ്ലിംഗ് വീഡിയോ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. സോ ഡു കമൻറ്റ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും ബൈ ബൈ.